വെൽക്കം ടു ഐജസോൺസ് മിഷൻ. അപ്പം നമ്മളിപ്പോൾ കണ്ടതേ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ കപ്പത്തോട്ടത്തിലാണുള്ളത്. നമ്മളെ കപ്പത്തോട്ടം കണ്ട ഫുൾ ഓടിഞ്ഞും പൊറിഞ്ഞും കിടക്കുകയാണ്. ഇപ്പൊ കപ്പ പൊരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് കപ്പ ഒന്ന് മേടിച്ചു തരാം. കൊറേ കാടിന്റെ അവകാശികളായ പന്നിച്ചേട്ടന്മാര് കൊണ്ടുപോയി, അവരുടെ വീട് അവരെന്നെ കൊണ്ടുപോയി. അപ്പൊ എന്തായാലും നമുക്ക് പൊരിച്ചു നോക്കാം. അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ഇതുണ്ട്, അതിലൊന്നുമില്ല, എല്ലാം പന്നി നിന്നതാണ്. ഇതോടെ അനിയന്മാരാണ് കൊടുത്തത്. കപ്പ പൊരിച്ചാട വടിയൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കൊണ്ട് പോയി പൂങ്ങി തിന്നാൻ പോയി. അയ്യോ, ഇനി നമ്മളിത് വാട്ടുകപ്പയാക്കും. അതിന്റെ പ്രോസസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കപ്പത്തണ്ടൊക്കെ കൊത്തി നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നടാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഇത് നട്ടിട്ടാണ് കപ്പ വരുന്നത്. വാട്ടുകപ്പയാക്കുന്ന പ്രോസസ്സിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ കപ്പയുടെ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കാണ്. കപ്പയുടെ തോലൊക്കെ കളഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കഴുകിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് പുഴുങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അതിലേക്ക് ഇടാം. ഒരു തിളക്കുമ്പോ ഇനി ഇത് വാങ്ങും. പുഴുങ്ങാൻ വെച്ചതായിട്ടുണ്ട്. നമ്മൾ കോരി ഇടലായി. എടുക്കണം, ഇല്ലെങ്കിൽ അത് ഒരുപാട് വെന്തിട്ട് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല രസമില്ലേ, സ്നോ പോലെ ഉണ്ടല്ലേ. അന്നേരം ഏകദേശം വെന്തതുണ്ട്, പക്ഷെ അധികം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇത് കുറച്ച് തണുത്തിട്ടാകുമ്പോൾ വെയിലത്ത് കൊണ്ടിടണം. അപ്പൊ നമുക്ക് കപ്പ ഉണക്കാനിടാം. ഇത് ഉണങ്ങിയാലും വാട്ടുകപ്പ. നമ്മുടെ വാട്ടുകപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് കറുമ്പുറ പൊട്ടിച്ചൊന്ന് നമുക്ക് കടിച്ചു നോക്കാം. ഇത് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. നല്ല രസമുണ്ട്, ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ. ഈ വാട്ടുകപ്പ ഇങ്ങനെ ആക്കുന്നത് പണ്ടത്തെ കാലത്ത് മഴക്കാലത്തേക്കാണ് ഈ വാട്ടുകപ്പ ഉണക്കി വെക്കുന്നത്. മഴക്കാലത്ത് കപ്പ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. വാട്ടുകപ്പ ഉറങ്ങിയ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവർ കപ്പൊക്കെ നട്ട് വെച്ചു. അതുകൊണ്ടല്ല എനിക്കൊക്കെ ഇത് കാണാൻ പറ്റി വാട്ടുകപ്പ ആക്കുന്നത്. വീഡിയോ കാണുന്നതുകൊണ്ട് പണ്ടത്തെ കാലത്തെ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കുന്നു. എൻ്റെ കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.